സുട്ടുവിനെ ഞങ്ങൾ ഇവിടുത്തെ മാസ്റ്റർ ഷെഫാക്കാൻ പോവുകയാണ്. സോൾട്ട്, വീട്ടിൽ കറിവേപ്പില, കടുവറ, എല്ലുകൊണ്ട് കറി അല്ലെങ്കിൽ വേണ്ട, എല്ലും കപ്പയും വെക്കും. ശരി അമ്മേ. നമ്മുടെ അടിപൊളി എല്ലും കപ്പയും നന്നായിട്ട് വെന്ത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഫാമിലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം കഴിഞ്ഞ ആഴ്ചയിലെ എൻ്റെ മാസ്മരീയമായ ചിക്കൻ ബിരിയാണിയിലെ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. സുട്ടുവിൻ്റെ ടിപ്സ് ആയിരുന്നു അതിനകത്ത് നമ്മൾ പൂർണ്ണമായിട്ട് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഐതാമയുടെ ടിപ്സ് പ്രകാരം എന്നെ കൊണ്ട് കപ്പ ബിരിയാണി വെക്കുന്നതാണ്. ഐതാമയുടെ മാസ്റ്റർ പീസാണ് എല്ലും കപ്പയും. കപ്പ ബിരിയാണി നമ്മളിന്ന് വെക്കുന്ന വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക. വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം അതെന്താണെങ്കിലും വീഡിയോയുടെ അവസാനം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. സുട്ടു നെറ്റീവ് തന്നെയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഹായ്, അങ്ങനെ ഞാനും ഐതാമയും കൂടെ എല്ലും കപ്പയും വെക്കാൻ വേണ്ടി പോവാണ്. സുട്ടു കുളിക്കാനൊക്കെ കയറി. അപ്പോൾ ആ സമയത്ത് നമുക്ക് എല്ലും കപ്പയും വെക്കാൻ ഐതാമ പറഞ്ഞു തരും, ഞാൻ വെക്കും. അപ്പോൾ എന്നെ ഐതാമയുടെ കുക്കിംഗ് ഒക്കെ പഠിപ്പിക്കാൻ, രണ്ടുപേരും കൂടെ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായി. അപ്പം വൈകിട്ട് രാത്രിത്തേക്ക് ഞങ്ങൾ എല്ലും കപ്പ അല്ലേ എല്ലും കപ്പ വെക്കാൻ പോവാണ്. അപ്പോൾ ഐതാമ ഓൾറെഡി കപ്പയെല്ലാം കൊത്തി വെച്ചിരിക്കുകയാണ്. ഇനി നേരത്തെ ചെയ്യണ്ടേ, ഇനി എല്ല് കഴുകണം. എന്നിട്ട് എല്ല് കഴുകിയിട്ട് നമുക്ക് തുടങ്ങാം. എല്ല് കഴുകിയിട്ട് നമുക്ക് അപ്പോൾ വേവിക്കാൻ വേണ്ടി തുടങ്ങാം. നല്ല നാടൻ പോത്തിൻ്റെ എല്ലല്ലേ, അറിയാതെ ഒരു ബംഗാളി ഉള്ളതുകൊണ്ട് ഇറച്ചി മാത്രമുള്ള കഷ്ണങ്ങൾ അവൻ എടുത്തു തന്നു. അങ്ങനെ നമുക്ക് ആദ്യം നമ്മുടെ എല്ലൊന്ന് കഴുകിയെടുക്കാം. ലാസ്റ്റ് കഴുകിയിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് മൂട്ടെടുക്കണം. വെള്ളം മൊത്തം കളഞ്ഞിട്ട്. അപ്പം ഇന്നത്തെ നമ്മുടെ എല്ലും കപ്പയും സുട്ടുമാണ് വെക്കുന്നത്. അപ്പം ഞാൻ കുളിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് ഇതാകുമ്പോൾ കപ്പയൊക്കെ കൊത്തി സുട്ടു എല്ലൊക്കെ കഴുകി വൃത്തിയാക്കി വെക്കുന്നു. അടുത്ത സാധനങ്ങളൊക്കെ സുട്ടു അരിയുവാണ്. നമുക്കതൊന്ന് കാണാം. സുട്ടു ഉള്ളി ഇഞ്ചിയൊക്കെ പൊളിക്കുകയാണ്. സഹായിക്കുന്നു. സുട്ടാണ് നമ്മുടെ മെയിൻ ഇന്നത്തെ. ഇന്ന് തന്നെ എല്ലും കപ്പ ഐതാമയുടെ സ്പെഷ്യൽ ഐറ്റമായ എല്ലും കപ്പയും വെക്കാൻ വേണ്ടിയാണ് പഠിപ്പിക്കാൻ പോകുന്നത്. ഇത് കഴിയുമ്പോ ഇതെല്ലാം സുട്ട് തന്നെ വെക്കണം. ദം ബിരിയാണി, എല്ലും കപ്പയും വെക്കും. നെക്സ്റ്റ് ടൈം പിന്നെ ഞങ്ങൾ TV കണ്ടോണ്ടിരിക്കത്തേ ഉള്ളു. എല്ലാം റെഡി ആയിട്ട് സുട്ടു പാത്രത്തിൽ കൊണ്ടു തരണം. എന്താ സുഖം. സുട്ടു ചിക്കൻ വെച്ച് കറി അല്ലെങ്കിൽ വേണ്ട, ചിക്കൻ ബിരിയാണി വെക്കും. ശരി സുട്ടു. അമ്മ വന്നിട്ടോ വാവേ, എല്ലുകൊണ്ട് കറി അല്ലെങ്കിൽ വേണ്ട, എല്ലും കപ്പയും വെക്കും. ശരി അമ്മേ. അപ്പൊ നമ്മള് എല്ലിപ്പഴ കപ്പ വേവിക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെക്കാം. ഗ്യാസ് തീർന്നു പോയി. സുട്ടു കുറ്റിയൊക്കെ പുതിയത് കണക്ട് ചെയ്യാനായിട്ട് പോവാണ്. സുട്ടു ഐശ്വര്യമായിട്ട് കപ്പ ബിരിയാണി വെക്കാൻ ഗ്യാസ് കത്തിച്ചപ്പോൾ ഗ്യാസ് തീർന്നു പോയി. അത്രയ്ക്ക് നല്ല ഐശ്വര്യമായിരുന്നു സുട്ടുവിൻ്റെ ആദ്യത്തെ തീപിടുത്തം തന്നെ.
ഇനി ഐശ്വര്യമായിട്ട് തീ പിടിപ്പിക്കുക. സക്സസ്. ഇനി നമുക്ക് ലിംഗപ്പയുടെ കപ്പ വയ്ക്കാനുള്ള വെള്ളം അടുത്ത് നോക്കാം. അങ്ങനെ സുട്ടു സവാള ഗിരിഗിരി അരിയുകയാണ്. അമ്മ നീളത്തിലാണോ? സുട്ടൂനെ ഞങ്ങൾ ഇവിടുത്തെ മാസ്റ്റർ ഷെഫാക്കാൻ പോവുകയാണ്. പുറകെ തുടർന്ന് സുട്ടുവിൻ്റെ ഐറ്റങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് റെസ്റ്റാണ്. സുട്ടുവാണ് ഞങ്ങൾക്ക് ഡിഷൊക്കെ ഉണ്ടാക്കി തരുന്നത്. പുതിയ സുട്ടുവിന് ചില്ലി ചിക്കൻ പഠിപ്പിക്കണം. സുട്ടുവിന് ചപ്പാത്തിയും ചില്ലി ചിക്കനും ഉണ്ടാക്കിക്കണം. കുറേ വീഡിയോസ് ഇനിയും പുറകെ വരുന്നുണ്ട്. അങ്ങനെ സുട്ടുവിനെ ഞങ്ങളൊരു ഷെഫാക്കി മാറ്റും. മാസ്റ്റർ ഷെഫ്. സുട്ടുവിന് വെളിയിൽ പോയി ചെയ്യാനുള്ള ട്രെയിനിങ് ആണ് ഞങ്ങൾ കൊടുക്കുന്നത്. ഹലോ ഗൈസ്, സുട്ടു കണ്ണ് നീറിയിട്ട് എല്ലാവരും പിച്ചാത്തിയിലാണ് സവോള കുത്തി വെക്കുന്നത്. സുട്ടു ഇതാന്ന് ചെവിയിലാണ് വെച്ചിരിക്കുന്നത്. പുതിയ ട്രെൻഡിങ് ആണ്. ഞങ്ങളാരും കണ്ടിട്ടില്ല സിനിമ. സുട്ടു കപ്പ വെള്ളമൊക്കെ തിളച്ചു. സുട്ടു കപ്പ ഇടാൻ പോവുകയാണ്. Oh my god. Oh. ഗ്യാസ് കടല്ലേ. കപ്പയാണ്. മതിയോ? ഞാൻ തൈരോ എന്നാ പിന്നെ ഗൈസ് സക്സസ്ഫുള്ളി ആയിട്ട് കപ്പയെല്ലാം സുട്ട് ഇളക്കി മൂടി വെക്കുവാണ് വേവിക്കാൻ. ഉപ്പെണ്ണോ? മതിയോ? വെള്ളം കുറച്ച് കൂടിപ്പോയെന്നാണ് അതിലമ്മ പറയുന്നത്. വെള്ളം കുറച്ച് കോരിയെടുക്കാം. ഇനി എടുക്കണോ? പണ്ട് കപ്പ വെച്ച ആളും സുട്ടുവിൻ്റെ മുഖത്ത് വീണാണ്. സുട്ടുവിൻ്റെ മുഖമെല്ലാം പൊള്ളിപ്പോയിട്ട് സുട്ടുവിൻ്റെ മമ്മി ഓർത്ത് സുട്ടുവിൻ്റെ മുഖം ഇനി തിരിച്ചിട്ടല്ലോ. എല്ലാവരും പറഞ്ഞു സുട്ടുവിൻ്റെ മുഖം പോയി, പൊള്ളിപ്പോയി. ഒരിക്കലും ആ പൊള്ളൽ പോക്കില്ല. ദൈവത്തിന്റെ ഭാഗത്തിന് സുട്ടുവിൻ്റെ സ്കിന്നിനൊന്നും പറ്റിയില്ല. എന്തൊക്കെ ക്രീമൊക്കെ തേച്ചോട്ടു. ജന്മന സുട്ടിന്റെ സൗന്ദര്യം ഉള്ളതുകൊണ്ട് സുട്ടിന്റെ തന്നെ ഇങ്ങനെ തൊലി വന്ന് അതങ്ങ് ആ പാടങ്ങ് പോയി. നമ്മുടെ കാലിന് വേണ്ട ഭയങ്കര ചേന ചെത്തി മുഖമൊക്കെ. സുട്ടു ചെറിയ ഉള്ളിയൊക്കെ കുളന്നെടുക്കുവാണ്. സമയമില്ല ഗൈസ്, അപ്പം വരുന്നതിനും വെളുത്തുള്ളിയൊക്കെ പൊളന്നിടുവാണ്. അരി വരെ സുട്ട് പൊളന്നിടുക, രണ്ടാക്കിയിടുക. പൊളന്നിടുക. ഞങ്ങളുടെ നാട്ടിൽ പൊളന്നിടുക.
കുഞ്ഞായിട്ടായിരുന്നു. ഇഞ്ചി സുട്ടു ചെറുതായിട്ട് അരിയുവാണ്. അങ്ങനെ സബോളയും ഇഞ്ചിയും കൊച്ചുള്ളിയും വെളുത്തുള്ളിയും അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എല്ല് വേവിക്കാനുള്ള കുക്കർ അടുപ്പത്ത് വെക്കാം. കുക്കറിൻ്റെ വെള്ളം പറ്റുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കുക്കർ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. അയ്യോ, വെളിച്ചെണ്ണ എത്ര വേണമെന്ന് പറഞ്ഞില്ല. അത് വഴകാനുള്ളത് മതി. നല്ലതായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കാണ് നമുക്ക് കടുകിട്ട് കൊടുക്കാം അല്ലേ? കടുകിട്ട് കൊടുക്കാം. അങ്ങ് ഇടത്ത് അനിയത്തി വിളിക്കുന്നത്. ഹലോ ഗൈസ്. ഹലോ ഗൈസ്, അടുത്ത ഒരാൾ വന്നിട്ടുണ്ട്. എല്ലാം കപ്പ നോക്കുന്നു. കപ്പ ബിരിയാണി. ആരോടാ പറയുന്നത്? ആരോട് സുട്ടു ഇങ്ങോട്ട് വാ. എത്ര വേണമേ? കടുകിട്ടു. സോറി, അത് ഗൈസ് ഇത് പറയാൻ മറന്നുപോയി. കടുകിട്ടു. ഇനി ഇവിടെ നോക്കൂ. ഒറ്റയ്ക്ക് അരിഞ്ഞു വെച്ചു. ഒറ്റയ്ക്ക് തന്നെ അരിഞ്ഞതാ. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയും സവാളയുടെ ഇടക്കോട്ട് കയറിപ്പോണ്ട് പെറുക്കിപ്പെറുക്കിടാം. ഇനി ചെറുള്ളി ഇടണോ? വഴറ്റാം. നന്നായിട്ട് വഴന്ന് കഴിയുമ്പോ ചെറിയ ഉള്ളി ഇടും. നന്നായിട്ട് വഴന്നില്ല. എങ്ങനെ മനസ്സിലാകുന്നത്? വഴറ്റാം. കടുക് പൊട്ടണ്ടല്ലോ. കടുക് പൊട്ടുന്നു. അതുകൊണ്ട് എണ്ണ ശരിക്കും ചൂടായി കാണത്തില്ല. കല്ലച്ചു പോകും കടുക് ചിലപ്പോ. എണ്ണ ചൂടായി തിളക്കല്ലോ. ശരിക്കും ചൂട് കൂടിയാലാണ് സംഭവിക്കുക. ഓ ഗൈസ്, പൊട്ടത്തില്ല. അപ്പൊ എങ്ങനെ ഗൈസ് കടുക് പൊട്ടിയിട്ടില്ല. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വഴന്ന് വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഇഞ്ചിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട് നന്നായിട്ട്. അപ്പൊ സുട്ടുവിന്റെ ഓണിയൻ കുക്കർ ആൻഡ് കടുവറ മാറിപ്പോയി ഗൈസ്. ഇതിട്ടാ മതി. ഓക്കെ, കടുവറ. തൊട്ടോ ഞാൻ ഈ വീട്ടിൽ ഇംഗ്ലീഷാണ് ഗൈസ് സംസാരിക്കാൻ പോകുന്നു. നെക്സ്റ്റ് ഇംഗ്ലീഷ് സംസാരിക്കൂ. സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. സുട്ടു സബോള പൊട്ടിട്ടുണ്ട് കുക്കർ. Some turmeric powder, some salt, little salt, little കറിവേപ്പില, കടുവറ. നന്നായിട്ട് വഴറ്റുക. സവോള നല്ലതായിട്ട് വഴറ്റാൻ ചുറ്റുവാണെങ്കിൽ ഉപ്പിട്ടു. little salt. Put some little salt. Salt for പെട്ടെന്ന് വഴുകാൻ.
മഞ്ഞപ്പൊടിയും കൂടെ ഇട്ടിട്ടില്ല. അപ്പം നല്ല പെട്ടെന്ന് വഴത്. സവോള, ഉപ്പും മഞ്ഞപ്പൊടിയും കൂടെ ചെല്ലുമ്പോൾ ടർമറിക് പൗഡർ ഇടും. അത് മതി. ഇത്തിരി ഉപ്പിട്ടു. ഉപ്പിടുവാണ് സവോള ഇട്ടോ പെട്ടെന്ന് വഴത് സവോള. മഞ്ഞപ്പൊടി ഉപ്പും കൂടെ ഇടുമ്പോൾ ഇതൊന്നും ആവുന്നില്ല. അങ്ങനെ നമുക്ക് സവോള പെട്ടെന്ന് വഴരും. എണ്ണ ഉപ്പും മഞ്ഞളും കൂടെ ചെല്ലുമ്പോൾ പെട്ടെന്ന് കറി നല്ല വഴരും. അതിനകത്തോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഗരം മസാല ഇടാം. ഇത് മതിയോ? ഇട്ടു. അതിൻ്റെ പുറകെ മീറ്റ് മസാല ഉണ്ട്. മീറ്റ് മസാലയും ഒന്നോ 2 മതി. മുളക് പൊടി അയ്യോ അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നല്ല അടിപൊളി എല്ലും കഷ്ണങ്ങളാണ്. പോത്തിൻ്റെ എല്ല്, വാരിയെല്ല് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇച്ചിരി ഉപ്പും കൂടി ഇട്ടോണം. നമ്മൾ വഴറ്റിയപ്പോൾ സവോളയ്ക്കുള്ള ഇച്ചിരി ഉപ്പ് ഇട്ടോളൂ. എല്ല് വേകുമ്പോൾ ഒരു ശകലം ഉപ്പ് കൂടി ഇട്ടോളാം. ഇട്ടു മുമ്പ് ഇച്ചിരി ഇട്ടോളായിരുന്നു. എല്ലിനോടുള്ള ഇത് മതി നോക്കിയിട്ടാണ്. നമുക്ക് ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് ഇളക്കി എന്നിട്ട് നമുക്ക് ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യാം. ഫുള്ള് ഒഴിക്കണേ? ഫുള്ള് ഒഴിക്കണം. കുറച്ച് വെച്ചിട്ട് നോക്കൂ. ആദ്യം ഒഴിച്ചേക്കും. വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് നന്നായിട്ടത് വേകാൻ വേണ്ടി കുക്കറിനകത്ത് വെച്ചു അടച്ചു വെക്കാൻ. നമ്മുടെ കപ്പയൊക്കെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം മിക്സ് ചെയ്തു. ഇനി അടച്ച് കുക്കർ അടയ്ക്കണം. പൊടിക്കും കുക്കർ അടയ്ക്കുമ്പോൾ എന്നിട്ട് ലോക്കായി. താങ്ക് യു. കപ്പ എന്തോന്ന് നോക്കാം. അതതിൻ്റെയാണ് കുട്ടു. കപ്പയുടെ ആയിരുന്നു കവി. കപ്പ ഏകദേശം വെന്ത് കഴിഞ്ഞു. ഇപ്പം നമ്മുടെ കപ്പ ഏകദേശം വെന്ത് കഴിഞ്ഞു. ഇനി എന്നാ ഇതാ പരിപാടി? ഏത് കപ്പയിൽ നമുക്ക് ഊറ്റി വെള്ളം കളഞ്ഞിട്ട് വെക്കാം. ഓക്കെ ഐതാമ ഇത് ഊറ്റാൻ പോവുകയാണ്. എന്നെ കൊണ്ട് ഊറ്റിക്കാൻ സമ്മതിക്കുന്നില്ല. ഇല്ലേമേ പണ്ട് ഐതാമയുടെ കാലിലും പണ്ടൊന്ന് വീണിട്ട് തേങ്ങ ചേന ചെത്തി വെച്ചിരിക്കുന്ന പോലെ എപ്പോഴും പൊള്ളിയിരിപ്പുണ്ട്, പാടുണ്ട്. അതുകൊണ്ട് ഐതാമ ആ പരിപാടി മാത്രം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നില്ല. എന്നാലും നീ എന്നെ കൊണ്ട് അരി ഊറ്റിപ്പിച്ചിട്ടുണ്ടല്ലോ. ഓ ഗൈസ്, ഇനി അപ്പോൾ നമ്മുടെ കപ്പ വെന്തു ഐതാമ ഊറ്റി വെച്ചിരിക്കുകയാണ്. നമ്മുടെ എല്ലിനകത്ത് കുക്കർ വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഏകദേശം ഒരു 8 വിസിലെങ്കിലും അടിക്കണമെന്നാണ് ഐതാമ പറയുന്നത്. അപ്പോൾ അതിന് കുറച്ച് സമയം എടുക്കും. ആ സമയം നമുക്ക് റെസ്റ്റ് എടുക്കാം. അപ്പം നമ്മുടെ എല്ല് ഏകദേശം വെന്തിട്ടോന്ന് തോന്നുന്നു. ഞാൻ 5-ാമത്തെ 6-ാമത്തെ വിസിലായി അടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി 1-2 വിസിലൂടെ കഴിയുമ്പോൾ നമുക്ക് എല്ല് വെന്തോന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ എല്ലിങ്കപ്പയുടെ എല്ല് വെന്തോന്ന് നോക്കാൻ വേണ്ടി പോവാണ്. എന്തായിരുന്നു വിട്ട് വരും. ഓക്കെ, എല്ലിന്ന് ഇറച്ചി വിട്ടു. അപ്പോൾ വെന്തു. ഇനി ഇത് നമുക്ക് തേങ്ങ പൊട്ടിക്കാം. അത് ഇച്ചിരി കൊടുക്കും. ചിലവ് കയ്യിൽ കൊണ്ടുവരും. തത്തമ്മ കൊടുക്കാം. ചെറിയ ജാറെടുക്കും. ചെറിയ ജാറെടുത്തു. അതിനകത്തോട്ട് തേങ്ങ ഇടും. എന്നിട്ട് നമുക്ക് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചിരട്ടയാണോ ഈ തേങ്ങ ഇട്ട് കൊടുക്കാം. ചുട്ടോ തേങ്ങ പറയുന്നത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഉള്ളി ഒരു വെളുത്തുള്ളി. മറ്റേതിനകത്ത് നമ്മളെല്ലാം ചേർത്തുകൊണ്ട് ഒരു അവരെ നിട്ടാലും കുഴപ്പമില്ല. ഫുള്ള് അല്ല അവന് 2 അല്ലി വെളുത്തുള്ളി. 2 അല്ലി ഉള്ളി അത് മതി. ഇത് വെളുത്തുള്ളി അത് മതി. ഇതിന് അത് കഴുകിട്ട് ഇതിനകത്തോട്ടില്ല. കഴുകി നമുക്ക് ഇതിനകത്തോട്ട് ഇട്ടിട്ട് വെച്ചെടുക്കാം. മഞ്ഞപ്പൊടി എടുക്കും. മതി മതി. ഇനി അതെടുക്കും. എന്നിട്ട് ഈ കപ്പയ്ക്കകത്തിട്ട് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി പൊടിച്ച മസാലയല്ലേ. മഞ്ഞപ്പൊടി എന്നിട്ട് മതി എന്നിട്ട് ഇച്ചിരി കിട്ടും. മതി കുറച്ച് വെക്ക്. വെച്ചിട്ട് അതിൽ ഇങ്ങോട്ട് കോരിയിട്ടൊന്ന് ആദ്യം ചാറ് ഒഴിച്ചു. ഇത്തിരി ചാറുണ്ടോ കൂട്ടി വെച്ചു. നമുക്ക് വെന്തിരിക്കുന്ന ഈ എല്ല് കപ്പയിലോട്ട് ഇട്ട് കൊടുക്കാം. വെള്ളം കാണിച്ചിരുന്നു. ഉണ്ടോ നമുക്കിനി മൂടി വെക്കാം. മൂടി വെച്ച് നല്ലപോലെ ആവി വരട്ടെ. അന്നേരം ഒരു സവാള ഇങ്ങനെ കുഞ്ഞായിട്ട് എല്ലാത്തിൻ്റെ ഉള്ളി 2 എടുത്ത് കുഞ്ഞായിട്ട് ചെയ്യാം.
നമുക്കിനി വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഇതിനത്തിന് വേണ്ടിയോ കടുക് വറക്കുക. തീ കുറയ്ക്കുക. മതി. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മുമ്പ് കൊത്തി എറിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി ഇതിനെന്താണ് പറയുന്നത്? കടുക് വറക്കുക. കടുക് വറുക്കുക. വഴണോ? ചുമക്കണോ ഉള്ളി? കൂടി വെച്ചോ? ഇത്തിരി കൂട്ടണ്ട, ശകലം. അപ്പോൾ ഇതിനെ നന്നായിട്ട് വഴന്ന് വരണം. അതുപോലെ നമുക്കിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം. ഉള്ളി ചുമന്ന് തുടങ്ങിയിട്ടുണ്ട്. മണം വന്നു ഗൈസ്, മണം വന്നു. സുട്ടു അവിടെ വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇതിനോട് ബിരിയാണി കൊണ്ടെടുത്ത് കഴിക്കണമെന്ന് സുട്ടു പറയാണ്. ഉച്ചക്കത്തെ ബിരിയാണി ഞാൻ വൈകിട്ട് കഴിക്കാറുണ്ട്. ആരോടോ ചിലപ്പോൾ ചൂടോടെ തന്നെ കഴിക്കണമെന്ന് തോന്നുന്നു. ചൂടോടെ ബിരിയാണി എന്നോട് പറഞ്ഞു. ബിരിയാണി ചൂടോടെ കഴിക്കണം, അല്ലെങ്കിൽ എനിക്ക് കഴിക്കാൻ ഇഷ്ടമില്ല. സുട്ടോടെ വെയിറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞു സിനിമയും കണ്ടോണ്ട് അവിടെ ഇരിക്കും, ഇപ്പം കൊണ്ട് തരാൻ പറഞ്ഞു. അതിനകത്തോട്ട് ഇനി ശകലം മുളക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് നമുക്കൊന്നും കൂടെ സെറ്റാക്കാം. മതി. ഓഫാക്കിയോ? എടുത്തിട്ട് ഞാൻ ആടിക്കൊണ്ടിരിക്കും. ഒഴിച്ചോ? ഒഴിച്ചോ? ഇച്ചിരി ഉപ്പ് കിട്ടില്ല. ഇച്ചിരി ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. മൂടി വെച്ചിട്ട് 5 മിനിറ്റ് മൂടി വെച്ച് കഴിയുമ്പോൾ ഒരു ശകലം പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിക്കണം. ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മൂടി വെച്ചിട്ടുണ്ട്. എല്ലും കപ്പയ്ക്കകത്ത് നമ്മൾ എല്ലിട്ടു, വേവിച്ച് എല്ലിട്ടിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ സവോളയും കടുക് വറുത്തും അല്ലേ, മുളക് പൊടിയും കൂടെ ഇട്ട് കടുക് വറുത്തു. അത് നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്തു. ഇനി ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് നമ്മൾ ചൂടാക്കിയിട്ട് അതിനകത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടെ എടുത്തിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുവാണെങ്കിൽ നമ്മുടെ അടിപൊളി എല്ലും കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് അല്ലേ തമേ? അപ്പം വരുമ്പോഴത്തേക്ക് അപ്പന് ആദ്യം എൻ്റെ ചിക്കൻ ബിരിയാണിയും രണ്ടാമത് ഞാൻ വെച്ച എല്ലും കപ്പയും കൊടുക്കുന്നുണ്ട്. 2 അപ്പം തിന്നിട്ട് എന്താണ് അഭിപ്രായം എന്ന് നമുക്ക് അപ്പനോട് തന്നെ ചോദിക്കാം. ഇനി നമുക്ക് ഇളക്കാം. നമുക്ക് ഇളക്കാൻ വേണ്ടി താഴോട്ട് എടുത്ത് വെക്കാം. സൗകര്യത്തിന് ഇവിടെ വെച്ച് വെക്കാം അല്ലേ? സെറ്റായിട്ട് നമുക്ക് ഇളക്കാം. സ്വർണ്ണമ്മച്ചയ്ക്ക് കണ്ടിട്ട് കൊതി വരുന്നതായിരിക്കും. വെച്ചാൽ മതി, സ്വർണ്ണമ്മ വെച്ച് ശരിയായിട്ട് വേണമെന്ന സമയത്താണ് വീഡിയോ കോൾ ചെയ്ത് നമ്മൾ വെളിച്ചെണ്ണ തൂവാൻ വിട്ടുപോയി. എടുത്ത് നോക്കാം. ഉണ്ട് നല്ല ടേസ്റ്റ്. മതിയേ. നമ്മുടെ അടിപൊളി എല്ലും കപ്പ നന്നായിട്ട് കുഴച്ച് മറച്ചെടുത്തിട്ടുണ്ട്. നോക്കൂ, നമ്മുടെ അടിപൊളി എല്ലും കപ്പ നന്നായിട്ട് വെന്ത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഞാൻ അപ്പം വരണം. അപ്പം ഇത് മരത്തേക്ക്
നന്നായിട്ട് കുഴഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ തന്നെ ഇനി മണം അടിച്ചിട്ട് വൈകിട്ട് വെള്ളം ഇതമ്മയുടെ വെള്ളം വന്നു. ഇത് അയതാമയ്ക്ക് കൊതി വന്നെന്ന് തോന്നുന്നു. ഇനി നമുക്കിത് മൂടി വെക്കാം അല്ലേ? കുറച്ച് നമുക്ക് മൂടി വെക്കാം. അപ്പോൾ നമ്മുടെ എല്ലിങ്കപ്പ സുട്ടുവിന് വേണ്ടി എടുത്തിരിക്കുകയാണ്. അപ്പം വന്നില്ല. സുട്ടുവിന് നന്നായിട്ട് വിശക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. സുട്ടുവിന് ഈ സമയത്ത് വിശന്ന് ഇരുത്തുന്നത് മോശമായതുകൊണ്ട് സുട്ടുവിന് ആദ്യം കഴിക്കാൻ വേണ്ടി കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ സുട്ടു അവിടെ നിന്ന് ബിഗ് ബോസും കണ്ടുകൊണ്ടിരിക്കുകയാണ്. സുട്ടുവിനുള്ള ഫുഡ് നമുക്ക് കൊണ്ടു കൊടുക്കാം. ബിഗ് ബോസ് ജാസ്മിൻ സുട്ടു റെഡി കേട്ടോ. സുട്ടുവിന് ആദ്യം തരുന്നത് വിശന്നിരിക്കും. കുട്ടിക്ക് തള്ളക്കായതില്ല. കഴിച്ചു നോക്കൂ. ഉണ്ട്. ഉപ്പ് എന്തെങ്കിലും പ്രശ്നമുണ്ട് സുട്ടു? ഉപ്പിച്ചിട്ട് വേണോ? കുറച്ചിട്ട് ഒന്നുകൂടി ഇളക്കിയാൽ മതി. ശകലം ഉപ്പ് ഇട്ട് ബാക്കിയെല്ലാം ഓക്കെയാണോ? ഓക്കെ. ടേസ്റ്റ് ചെയ്താൽ സുട്ടു. ഉപ്പുണ്ട്, ശകലം കൂടെ ഇടാനില്ല. ഓക്കെ.